ഇതേ നമ്മുടെ ഈ ഭാഗത്ത് 7-ാം വാർഡിലെ നമ്മുടെ ജോർജ് ചേട്ടൻ്റെ കടയുണ്ട്, പലചരക്കട. അവിടെ നിന്ന് തുടങ്ങുന്ന റോഡ് കിഴക്കോട്ടും നമ്മുടെ പടിഞ്ഞാട്ടും 8-3 പെട്ട വാർഡാണ് ഈ കാണുന്നത്. അവിടുത്തെ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഒന്ന് എടുക്കണമെന്ന് പറഞ്ഞ കാരണം വന്നാണ്. അപ്പോൾ ഇത് ഇളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വാർഡ് 8-3 ഉള്ളിലൂടെ കടന്നു പോകുന്ന റോഡാണ്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ കാണിക്കണമെന്ന് പറഞ്ഞ് ഈ റോഡിൻ്റെ പേര് ജനതാ റോഡ്. ഈ ജനതാ റോഡിലേ കംപ്ലീറ്റ് കുഴികളാണ്. അപ്പോൾ ഈ കുഴികൾ ജനപ്രതിനിധികൾ കണ്ടില്ലെന്ന് അടിക്കരുത്. കാരണം നമ്മുടെ നാട് നന്നാകേണ്ട ആവശ്യം നമുക്കുണ്ട് ഇല്ലേ. ഈ ജനതാ റോഡ് എന്ന് വെച്ചാൽ ചെമ്പം പാപ്പൻ്റെ കടട റൈറ്റിലേക്ക് പഴയ ഷാജിഡ മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടി കയറുന്ന വഴിയാണ്. ഇത് പഴയ മുസ്ലിം പള്ളിയിലോട്ട് പോകാം, നേരെ കറുത്തെടുത്തോട്ട് പോകാം. ആ റോഡാണ്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഒന്ന് കാണിക്കണമെന്ന് ആ പരിസരവാസികൾ പറഞ്ഞു കാരണം ഞാൻ വന്നത്. അപ്പോൾ ഏതായാലും ഇത് കണ്ട കുഴികളാണ്. അപ്പോൾ 8-3 പങ്കിടുന്ന റസിയ ജമാലും KS രാധാകൃഷ്ണനും പങ്കിടുന്ന റോഡാണ്. രണ്ടുപേരെയും കൂടി പെട്ട കഥയാണ് ഈ പറയണത്. അപ്പോൾ ഇതിൻ്റെ ശോചനീയാവസ്ഥ ഭയങ്കര ശോകമാണ്. അപ്പോൾ ഇളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ 8-3 വാർഡും പങ്കിടുന്ന വഴിയുടെ ശോചനീയാവസ്ഥയിൽ വരിക. കർത്തയിടത്തേക്ക് ഇതേപോലെ ഇതിൽ കർത്തയിടത്തേക്ക് പോകാം, അതേപോലെ തന്നെ പെരുമാൾപ്പടിയിലേക്ക് പോകാം ഉള്ള വഴിയാണ്. അപ്പോൾ ഈ റോഡ് നമുക്ക് ജനപ്രതിനിധികളോട് പറയാം, ഇത് അവരുടെ കാര്യങ്ങളിലെത്തട്ടെ. ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്തിൽ റോഡുകളുടെ ശോചനീയാവസ്ഥ, കൈപ്പിക്കരയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ അത് നമ്മൾ കാണിക്കണമെന്ന് ആൾക്കാർ കമൻറ്റ് ചെയ്ത് നമ്മൾ ചെന്ന് കാണിക്കും. കാരണം നമ്മുടെ നാട് നന്നാകേണ്ടത് നമ്മുടെ കടമ. അത് കാരണം ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട് നന്നാകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ജനപ്രതിനിധികൾ ഇതൊക്കെ കാണണം. നമ്മൾ ഈ പോകുന്ന പോക്ക് നേരെ മാലിപ്പുറത്ത് ചെമ്പൻ പാപ്പൻ്റെ വീടിൻ്റെ അവിടെ ചെന്ന് കയറുന്ന വഴിയാണ്. ഇത് ടൈൽ റോഡ് കണ്ടില്ലേ, പാടവും ഇതൊക്കെ കണ്ടില്ലേ, പാടവും ആ റോഡ്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് ഐഡൻറ്റിറ്റി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഈ റോഡിലേക്ക് കയറി ടൈൽ റോഡിലോട്ട് കയറി കാണിക്കണം. അപ്പം ഇതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് ശരിയാക്കണം. നമ്മുടെ 8-ാം വാർഡും 3-ാം വാർഡും പങ്കിടുന്ന റോഡാണിത്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ കാണിക്കണമെന്ന് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞിട്ട് അല്ലെങ്കിൻ്റെയൊക്കെ ഇത് കണ്ട ഇറക്കൊക്കെ കണ്ട. ഇത് നമ്മുടെ 10-20 കൊല്ലമായിട്ട് റസിയ ജമാലാണ് ഈ വാർഡിൽ ജയിക്കണം. അപ്പോൾ നമ്മൾ കുറ്റം പറയണില്ല, നമ്മൾ സത്യപ്പെടുത്തുന്നത് മാത്രം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിയാക്കാം. ഈ റോഡ് ചെന്ന് ചേർന്നത് നേരെ മാലിപ്പുറം ബസ് സ്റ്റോപ്പിലേക്കാണ്. ആ ബസ് സ്റ്റോപ്പിൽ പോകണം. അത് പഴയ പള്ളിയിലേക്ക് പോകുന്ന വഴിയിലേക്ക് തിരിയണ വഴി. ഇത് കേട്ട, ഇത് നമ്മുടെ ഡോക്ടർ തോമസ് ജിബിൻ ആയുർവേദ മെഡിക്കൽ ഓഫീസറാണ്. പുള്ളിയുടെ വീടിൻ്റെ വചനപ്പുരി. അതേപോലെ തന്നെ ഈ വഴി ഇങ്ങാട് പഴയ പള്ളിയിലേക്ക് പോണ വഴിയാണ്. അങ്ങനെ ഇതൊക്കെ നാട് നന്നായാൽ നമ്മുടെ നാട്ടുകാർ നന്നായി, നാട്ടുകാർ നന്നായാൽ നമ്മുടെ വീട്ടുകാർ നന്നായി. അപ്പം പരമാവധി ശേഖരണം നമ്മുടെ ഓരോ വിശേഷങ്ങൾ, വൈപ്പിങ്കര റോഡ് വിശേഷങ്ങൾ, പരാതികൾ ഇതൊക്കെ ആയിട്ട് ഞാൻ വരും. നമ്മളുടെ ജനപ്രതിനിധികളും നമ്മുടെ അധികാരികളിൽ എത്തണവരെ നമ്മൾ ഷെയർ ചെയ്യണം, പരമാവധി ഷെയർ ചെയ്യണം. ഈ റോഡ് ചെന്ന് കയറുന്നത് നേരെ ജനതാ റോഡ് എന്നാണ് ഇതിൻ്റെ പേര്, പിന്നെ പീപ്പിൾസ് റോഡ് എന്ന് പറയും. അപ്പം ചെന്ന് കയറുന്നത് വൈപ്പുമർമ്മ ഹൈവേയിലാണ്. മാലിപ്പുറം ചെമ്പമ്പാപ്പനെ അറിയാത്ത ആരുമില്ല. ചെമ്പമ്പാപ്പൻ്റെ വീടില്ല അതേ പക്കിനി എന്നാണ് നമ്മൾ ഈ റോഡ് കയറണം. അപ്പോൾ ഈ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് നമ്മുടെ അധികാരികളോട് പറയാനേ നമുക്ക് പറ്റുള്ളൂ. ചെയ്യേണ്ട കടമ അവരെയാണ്. ഞാൻ ഉപേക്ഷിക്കരുത്. ഈ ചെമ്പമ്പാപ്പൻ്റെ കടയിൽ കാണണം, ചെമ്പമ്പാപ്പൻ്റെ വീടാണ് കാണണം. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് എത്തും വരെ ഞാൻ നിർത്തുന്നു. പരമാവധി ഷെയർ ചെയ്യുക, പരമാവധി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് എനിക്ക് ആവശ്യം. ഓക്കെ.